ആരും അതിനെ വെല്ലുവിളിക്കുകയില്ല. കാരണം നമ്മുടെ സംസ്കാരം ഭൂമിയിൽ എണ്ണം കൊണ്ട് മൂന്നാമത് ജനകോടിയാണ് ഹിന്ദു. പൂർണ്ണ അഘോരികൾ ശവസാധനയിലും മറ്റും ഒരല്പം രുചിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മുത്തച്ഛൻ മരിച്ച സ്ഥലത്ത് നമ്മൾ തെങ്ങ് വെക്കാറുണ്ട്. ആ തെങ്ങിന്റെ വേര് വലിച്ചെടുത്ത് ആ കരിക്ക് നമ്മൾ കുടിക്കുമ്പോൾ ആ മുത്തച്ഛൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയല്ലേ. അതിലൊരു വേറൊരു ടൈപ്പാണ് അഘോരിമാരും ചെയ്യുന്നത്. അത് തെറ്റൊന്നുമല്ല. സ്വാമി കാശിയിൽ പോയ മോക്ഷം കിട്ടുമോ അല്ലെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. സ്വാമിയോടോ കുംഭമേളയ്ക്ക് വന്നാൽ മോക്ഷം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ആ ജനനമില്ലാത്തൊരവസ്ഥ, അതാണ് മോക്ഷം. അത് എളുപ്പവുമല്ല. മുമുക്ഷു ഇസ് ദ റൈറ്റ് ഫോർ എ പേഴ്സൺ ഫോർ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഫോർ മോക്ഷ. ഓണാഘോഷം, വാമന ജയന്തിയാണ് ഓണം. ഓണാഘോഷത്തിന് വേണ്ടി കടയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ മഹാബലി ചക്രവർത്തിയാണ് ഓലക്കുടയും പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഓലക്കുടയും പിടിച്ചു വന്ന വാമനനാണ്. അതായത് ശരിക്കും ഇപ്പൊ അഘോരിമാര് ഈ നമ്മുടെ ശവശരീരങ്ങൾ കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ മാംസം എന്ന് പറയുമ്പോൾ തന്നെ ആപ്പിളിന്റെ മാംസളത, ഓറഞ്ചിന്റെ മാംസളത. മാംസ് എന്ന് പറയുന്ന യഥാർത്ഥ അർത്ഥം അതാണ്. ഇത് മൃതം, ഇത് മൃതം, ശവം. അപ്പൊ അത് ചില ആചാര്യന്മാര് പഴയ കാലത്തെ പൂർണ്ണ അഘോരികൾ ശവസാധനയിലും മറ്റും ഒരല്പം രുചിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് മേൽപ്പറഞ്ഞ നമ്മൾ തെങ്ങ് നടുന്ന സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ കുത്തിയൊലിക്കുന്ന മഴയിൽ, മരം കോച്ചുന്ന തണുപ്പിൽ, ചിതകത്താത്ത കാലാവസ്ഥയിൽ തെങ്ങ് നട്ടാൽ പൊടിക്കുമോ? ഭസ്മം ധരിക്കാൻ സാധിക്കുമോ? അവർക്ക് അസ്ഥിയെടുത്ത് ഗംഗയിൽ സമർപ്പിക്കുവാൻ സാധിക്കും, ഭസ്മം ധരിക്കുവാൻ സാധിക്കും. തെങ്ങ് നടുവാൻ സാധിക്കുമോ? നവധാന്യം നടുവാൻ സാധിക്കുമോ? നമ്മുടെ വീട്ടിലെ മുത്തച്ഛൻ മരിച്ച സ്ഥലത്ത് നമ്മൾ തെങ്ങ് വെക്കാറുണ്ട്. ആ തെങ്ങിന്റെ വേര് വലിച്ചെടുത്ത് ആ കരിക്ക് നമ്മൾ കുടിക്കുമ്പോൾ ആ മുത്തച്ഛൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയല്ലേ. അതിലൊരു വേറൊരു ടൈപ്പാണ് അഘോരിമാരും ചെയ്യുന്നത്. അത് തെറ്റൊന്നുമല്ല. ആരും അതിനെ വെല്ലുവിളിക്കുകയില്ല. കാരണം നമ്മുടെ സംസ്കാരം ഭൂമിയിൽ എണ്ണം കൊണ്ട് മൂന്നാമത് ജനകോടിയാണ് ഹിന്ദു. ഭൂമിയിൽ എണ്ണം കൊണ്ട് മൂന്നാമത് ജനകോടിയാണ് ഹിന്ദു. ഹിന്ദുവിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നാളിതുവരെ ആരും വെല്ലുവിളിച്ചിട്ടില്ല. സ്വാമിജി, ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതായത് ഈ മോക്ഷം എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. ശരിക്കും എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ? ധാരാളം പേരും ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. സ്വാമി കാശിയിൽ പോയ മോക്ഷം കിട്ടുമോ അല്ലെ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. എന്നും പാവക്കുളത്ത് അമ്പലത്തിൽ പോയ മോക്ഷം കിട്ടുമോ? ആറ്റുക പൊങ്കാലേട്ട മോക്ഷം കിട്ടുമോ? സ്വാമിയോടോ കുംഭമേളയ്ക്ക് വന്നാൽ മോക്ഷം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. വീണ്ടും ജനനമില്ലാത്ത ഒരവസ്ഥ. ചില സമ്പ്രദായക്കാർ പറയാറുണ്ട് എല്ലാം വന്നത് ആ ബിന്ദുവിൽ നിന്നാണ്. നമ്മുടെ അദ്വൈത സിദ്ധാന്തം പറയുന്നത് ആ ബിന്ദു നമ്മളും എല്ലാം ഒന്നാണ് അല്ലേ. ആത്മാവിൻ്റെ കണങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരും. ജന്മജന്മാന്തരങ്ങളായി വൃക്ഷങ്ങളായി, പക്ഷികളായി, പറവകളായി, പക്ഷി മൃഗാദികളായിട്ട് ജനിച്ച് 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 അവസാനമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? മനുഷ്യജന്മം ലഭിക്കുന്നത്. ആ ജനനമില്ലാത്തൊരവസ്ഥ, അതാണ് മോക്ഷം. അത് എളുപ്പവുമല്ല. മുമുക്ഷു ആവാൻ തന്നെ വലിയ പ്രയാസമാണ്. മുമുക്ഷു ആവാൻ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, മനുഷ്യനാകുക ആദ്യം. അതിൽ നിന്ന് വേണം മുമുക്ഷു ആകുവാൻ. മുമുക്ഷു ഇസ് ദ റൈറ്റ് ഫോർ എ പേഴ്സൺ ഫോർ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ഫോർ മോക്ഷ. മുമുക്ഷുവും മോക്ഷവും ഒരിക്കലും ഒന്നല്ല. എങ്ങനെ മോക്ഷു ആവാം? ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, മറ്റൊരാളുടെ ആഹാരത്തിൻ്റെ അഭാവത്തിന് നേർക്ക്, മറ്റൊരാളുടെ ആരോഗ്യത്തിൻ്റെ അഭാവത്തിന് നേർക്ക്, മറ്റൊരാളുടെ അർത്ഥത്തിൻ്റെ അപര്യാപ്തതയുടെ നേർക്ക് നമുക്കൊരു ആർദ്രതയുണ്ടെങ്കിൽ നമുക്ക് മുമുക്ഷു ആവാമെന്നാണ്. ഒരാൾക്ക് ആരോഗ്യമില്ല, സ്വാമി കാല് കണ്ടോ വീർത്ത് പുഴു വരച്ച് പാവക്കുളത്തോടെ നടക്കണു, നമുക്കൊരു ഓട്ടോ പിടിച്ച് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയാലോ? ന്യായമായ കാര്യം. സ്വാമി നമ്മുടെ ചാനലിൻ്റെ അവിടെ ഒരു വീട്ടിൽ ആ റോഡ് സൈഡിൽ കഴിയുന്ന അമ്മയുടെ മോക്ക് കല്യാണമാണ്, നമുക്കൊക്കെ പൈസ ഇല്ലല്ലോ, വൈകിട്ട് നമുക്ക് പോയി വിളമ്പിയോ കൊടുത്ത് പാത്രമോ കഴിയോ കൊടുത്താലോ? അപ്പം ഇങ്ങനെ അർത്ഥത്തിൻ്റെ നേർക്ക്, അർത്ഥമില്ലായ്മയുടെ നേർക്ക്, ആരോഗ്യമില്ലായ്മയുടെ നേർക്ക്, ആഹാരമില്ലായ്മയുടെ നേർക്ക്. സ്വാമി നമ്മൾ ഉച്ചയ്ക്ക് സ്വാമി പറഞ്ഞല്ലോ ശകലമല്ലേ ചോറ് കഴിക്കുകയുള്ളൂ, പാത്രത്തിൽ എടുത്തിട്ട് അതുകൊണ്ട് അവിടെ റോഡിൽ ഇരിക്കുന്ന ആ പാവം യാചകന് കൊണ്ട് കൊടുത്താലോ? അപ്പം ഈ ഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മുമുക്ഷു ആവാം. മുമുക്ഷു ആയി നമുക്ക് മോക്ഷം ലഭിക്കണമെന്നില്ല. സേവയിലൂടെ, സിദ്ധിയിലൂടെ. സിദ്ധി ലഭിക്കുന്ന അങ്ങനെയാണ്, സേവയിലൂടെയാണ്.
കേദാർനാഥ് ഇപ്പോൾ തപസ് ചെയ്ത സിദ്ധി ലഭിക്കില്ല. സ്വാമി ദയാനന്ദ സരസ്വതി സ്പർശന മാത്രയിൽ രോഗങ്ങളെ ദൂരീകരിച്ചിട്ടുണ്ടല്ലേ, അല്ലേ? അപ്പം അത് അദ്ദേഹം ഒരിക്കലും ശിഷ്യന്മാരുടെ കുഷ്ഠരോഗി എടുത്തുകൊണ്ട് ആശ്രമത്തിൽ വരാൻ പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയി മഞ്ചം എടുത്തുകൊണ്ട് വരാം. ഗുരു പറഞ്ഞില്ല, നിങ്ങൾ തന്നെ ചുമന്നെടുത്തുകൊണ്ട് വരണം. അപ്പോൾ സാക്ഷാൽ സാധാരണ മനുഷ്യർ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പൊട്ടി ഒലിക്കുന്ന ശരീരമുള്ള കുഷ്ഠരോഗി എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് വരുന്നു. നമ്മൾ കാണുന്നവർ ചിന്തിക്കും, ഈശ്വര, ദൈവത്തിനല്ലാതെ ഇത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കുകയില്ല, സ്വാമി ചെയ്യുന്ന കണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൈവയ്ക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാവുന്നത്. അല്ലാതെ ഹിമാലയത്തിൽ പോയി തപസ്സിരുന്നാലൊന്നും സിദ്ധിയും മോക്ഷവും ഒന്നും വീണ്ടും വീണ്ടും പുനരഭിജനനം പുനരഭിമരണം, വീണ്ടും നമ്മൾ കർമ്മഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിച്ചും മരിച്ചും മാർക്കണ്ഡേയ ഋഷി കൃമികീടമായിരുന്നു ബദരീനാഥിൽ. മാർക്കണ്ഡേയ ഋഷി സാക്ഷാ ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞു, നീ ഇങ്ങനെ കൃമികീടമായിട്ട് ഇങ്ങനെ അനുഭവിക്കാതെ നിനക്ക് ഞാൻ ഒരു 10-18 വിവിധ പ്രാണികളായിട്ട് ജന്മം തരാം. ഓരോ ജന്മത്തിലും ഞാൻ വന്ന് നിനക്ക് ശാസ്ത്രജ്ഞാനം നൽകാം. അവസാനം നിനക്ക് ഞാൻ മനുഷ്യജന്മവും നൽകാം. അവസാനം മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ കൃമികീടം പറഞ്ഞതാണ്, സ്വാമി നിങ്ങൾ എന്നെ മാർക്കണ്ഡേയ ഋഷിയാക്കി, ദയവേത് വേണ്ട, എന്നെ വീണ്ടും പഴയ പോലെ ആ കൃമികീടമാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സാരാംശം. സ്വാമി, അവസാനമായിട്ടൊരു ചോദ്യം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഹിന്ദു സനാതന ധർമ്മം അതിൻ്റെ പാഠങ്ങൾ എങ്ങനെയൊന്ന് പകർന്നു കൊടുക്കാൻ പറ്റുക? പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കളരികൾ, യോഗാവിദ്യാ കേന്ദ്രങ്ങൾ, പുരാണ പരിചയ ശിബിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മക്കളെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടത്. പിന്നെ ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നിരവധി ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ചും കേരളത്തിലും മറ്റും ബാലഗോകുലം പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈശ്വരന്മാരുടെ പുരാണങ്ങളും കഥകളുമൊക്കെ പകർന്നു നൽകുന്നത് കൈരളിയുടെ മഹാഭാഗ്യമെന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജ്ഞാനപ്പാന സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. ചൈത്തറിനും മയത്തറിനും പഠിക്കാനുണ്ടായിരുന്നു. ചൈത്തറിൻ്റെയും മൈത്തറിൻ്റെയും കഥ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതെല്ലാം അട്ടിമറിച്ചപ്പെട്ടത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇതൊന്നും ചോദിച്ചാൽ അറിയില്ല. ആ തലമുറ വളർന്നു വന്നപ്പോഴാണ് ഓണാഘോഷം, വാമന ജയന്തിയാണ് ഓണം. ഓണാഘോഷത്തിന് വേണ്ടി കടയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ മഹാബലി ചക്രവർത്തിയാണ് ഓലക്കുടയും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഓലക്കുടയും പിടിച്ച് വന്ന വാമനനാണ്. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്ത ഉപ്പ് കൊണ്ട് അത്തപ്പൂ ഉണ്ടാക്കുന്നത്, രജോ ഗുണ പ്രാധാന്യമുള്ള ഉഴുന്നുവട വാങ്ങി വടമാല ഉണ്ടാക്കി ഭഗവാൻ അർപ്പിക്കുന്നത്. അപ്പം ഇത്തരം ശാസ്ത്രങ്ങൾ സമാജമധ്യേ പകർന്നു നൽകുന്നതിന് ഓരോ സമ്പ്രദായവും ഓരോ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സമസ്ത സനാതന ശാഖകളും ഇത്തരം പുരാണ പരിചയ ക്ലാസ്സുകളും മറ്റും മറ്റൊരാളെ തടസ്സപ്പെടുത്തരുത്. സ്വാമി ഇത് ഞങ്ങളുടെ പേറ്റന്റ് റൈറ്റാണ്, സ്വാമി ഇത് ചെയ്യരുത്, ഞങ്ങൾ ചെയ്തോളാം, അങ്ങനെ പറയരുത്. എല്ലാവരും ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയൊരു വെല്ലുവിളി നേരിടുന്നു. വലിയൊരു വെല്ലുവിളി നമ്മുടെ പെൺകുട്ടികളെയും മറ്റും ചതിക്കുഴിയിൽ പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം ഏറെക്കാലം പ്രത്യേകിച്ച് കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. നൊന്തുപെറ്റ അമ്മയ്ക്കും അച്ഛനുമൊക്കെ വളരെ ദുഃഖം നൽകിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ആദ്യമേ പറയുന്നതാണ്, ഇത്രയും ടി വിയും മാധ്യമങ്ങളും പത്രങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ചതിവ് പറ്റുന്നു. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലവ് ജിഹാദോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പം ഇതിനെ പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ പാഠ്യപദ്ധതിയിൽ കൂടി ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് നാഗാസന്യാസി എന്ന രീതിയിൽ എനിക്ക് പറയാറ്. ലവ് ജിഹാദ് വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.